മാങ്ങ പറിച്ചിങ്ങാണ്ട് ക്ഷമിച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. മാങ്ങ അതെ 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 ഇവിടെ വേറൊരാളുണ്ട്. ചേച്ചിയാലേ ഇതല്ല ചക്കക്കുരു, ഇത് ചാറ് വെക്കാനുള്ളതാണ് അദ്ദേഹത്തിന്റെ വിചാരം. ചാറ് വെക്കാനുള്ളതല്ല ഇത്. ഷെമി ഇന്ന് രാത്രി ഇങ്ങോട്ട് പറഞ്ഞേ പിന്നെ എനിക്ക് പച്ചമാങ്ങ ഒരു കൊതി പോലെ, കൊതി മീൻസ് പച്ചമാങ്ങ തിന്നണം എന്നൊരാഗ്രഹം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വാങ്ങി തരാമെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു പീടിയെന്നുള്ളത് വേണ്ട, അല്ല നമ്മുടെ വീട്ടിൽ തന്നെ ഇവിടെ തന്നെ ഒരു മാവുണ്ട്, എന്താ കാണിച്ചെടുത്ത് ഇവിടെ തന്നെ ഒരു മാവുണ്ട്, അപ്പോൾ ഇതിൽ നിന്ന് പറിച്ചിട്ടുള്ളത് കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു പറഞ്ഞു. അപ്പം എന്നാൽ രാത്രി ഒരു 9 മണി 10 മണിയൊക്കെ ആയിട്ടില്ല. ഞങ്ങൾ ഞാൻ സിറ്റൗട്ടിൽ ഇരുന്നെങ്കിൽ ഇങ്ങനെ കഥ പറയുന്ന സമയത്ത് ഉണ്ടായ സംഭവമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ എന്തായാലും ചെയ്തു തരാം. പക്ഷെ ഇന്ന് ഓളെടുത്ത് മറന്നു വയ്ക്കുന്നേ, പക്ഷെ ഞാൻ ഇന്നോട് മറന്നു വയ്ക്കുന്നത്. ഏതായാലും വളരെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതുപോലെ തന്നെ ടി ഫാമിലി ഇവരെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഭയങ്കരമായിട്ട് എന്താ പറയുക മോശം കമൻസുകളും അതുപോലെ തന്നെ പുണ്യ റസൂലിൻ്റെ ഇത് പിൻപറ്റി പോവുകയാണ്. അതിനെതിരെ തന്നെ സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും ഒക്കെ നേരിടേണ്ടി വന്ന യൂട്യൂബേഴ്സ് തന്നെയാണ് ഇവർ. തന്നേക്കാൾ പ്രായം ചെന്ന ഒരാളെ വിവാഹം കഴിച്ചു. അതിൻ്റെ പേരിൽ ഒരുപാട് സൈബർ ബുള്ളിങ് എന്തായാലും ഷെമിയുടെ ഹസ്ബൻഡിനും അനുഭവിക്കേണ്ടി വന്ന ഒരു യൂട്യൂബേഴ്സ് തന്നെയാണ്. അപ്പോൾ അവരുടെ ആ ഒരു ഇത് കണ്ടില്ല, ഷെമിക്ക് എന്തോ പച്ചമാങ്ങ തിന്നണമെന്നും തോന്നി അവനത് പറിച്ചു കൊടുക്കുന്ന ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. അതുപോലെ തന്നെ എന്താ പറയുക, തൻ്റെ ഭാര്യ ഗർഭിണിയാണ്, അതിനനുസരിച്ചിട്ട് ഇപ്പോൾ എന്തിന് ഇതായിട്ടാണെങ്കിലും ഇപ്പോൾ നമ്മൾക്ക് എന്താ പറയുക കാണുന്നവർക്ക് പറയും അവരത് കാണിച്ചു കൂട്ടലാണ്, അതാണ് ഇതാണെന്നൊക്കെ. പക്ഷെ ഇപ്പോൾ ഇത്രയായി ഇതുവരെ അവൻ്റെ ഇതിലൊന്നും യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഈ കമൻ്റ് ഇടുന്നവർ ഭയങ്കര മോശം രീതിയിലുള്ള കമൻറ്റുകളൊക്കെ ഇട്ടിട്ട് അവരെ വേദനിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ സ്നേഹത്തോടുകൂടി അവർ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. അതിനിങ്ങനെ അവരെ നിരന്തരം ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇട്ടിട്ട് എന്തിനാ വേദനിപ്പിക്കുന്നതെന്ന് മനസ്സിലായില്ല. എന്ത് തന്നെയാണെങ്കിലും ഇവർ രണ്ടുപേരുടെയും ഒരു ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്ന ആ ഒരു ലൈഫ് തന്നെയാണ് ഇവരുടെ രണ്ടുപേരുടെയും ലൈഫ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഒരു എന്താ പറയുക ഗർഭിണി ഒരു കാലഘട്ടത്ത് നമുക്ക് മാങ്ങ അതുപോലെ പലതും കഴിക്കാൻ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ജോലിയിലാണെങ്കിലും എല്ലാം നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഹസ്ബൻഡ് തന്നെയാണ് എന്താണ് ടി ഫാമിലിയിലെ ഈവൻ എന്ന് പറയാനുള്ളത്. ഭയങ്കരമായിട്ട് ഹെൽപ്പായിട്ടാണ് ഓരോ കാര്യങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വീഡിയോകളും കൂടെ കണ്ടിട്ട് അതുപോലെ തന്നെ കുറച്ച് ക്ലിപ്സും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കണ്ടു നോക്കൂ. നീനെ പോയതായിരുന്നു. പിന്നെ ആർന്ന് മേലൊക്കെ ഉറുമ്പ് കേറി, ആ ഉറുമ്പ് കേറി മേലൊക്കെ ഉറുമ്പ് കേറി. അല്ലേ ഒരു മാക്സിമം ഒരു മണിക്കൂറൊക്കെ സംസാരിച്ചാ പിന്നെ ഒക്കെ ആളുമായിട്ടുള്ള എന്താ പറയാ എന്തൊക്കെ പ്രശ്നങ്ങൾ, എന്താ മാനസികമായിട്ടുള്ള ചെറിയ വിഷയങ്ങളൊക്കെ ചോന പോക്കി ജമീന. അങ്ങനെ ആയത് മാങ്ങാമിന്റെ പ്രശ്നം ആയതുകൊണ്ട് നേരെ വന്നതാണ്. പിന്നെ പല്ലൊക്കെ പോയിക്കുന്നു. അതും ഈ പറഞ്ഞ പോലെ എന്തോ കോശങ്ങൾ നശിച്ചു തുടങ്ങിയതിന്റെ അല്ലേ? അല്ല ജമീൻ പ്രായത്തിന്റെ അല്ലല്ലോ. ഞാനെന്തായാലും അങ്ങനെ പറഞ്ഞു നിന്റെ മുടി അവിടെ ഇവിടെയൊക്കെ കുറച്ച് നരച്ചിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് മുടിയൊക്കെ നരയ്ക്കുന്നു പല്ലൊക്കെ പോകുന്നെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പ്രായത്തിൻ്റെതാണെന്ന് എന്താണ് കമൻറ്റിൽ പറയുന്നുണ്ട്. തള്ളയായി വയസ്സിയായി ഇനി അതിനൊന്നും എന്താണ് നിന്നെ കൊണ്ട് പറ്റില്ല, ഭയങ്കര പ്രായമാണ്, പ്രായത്തിൻ്റെയാണ് മുടി നരയ്ക്കുന്നത് വലു പൊഴിയുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ അവരത് ചിരിച്ച് തള്ളിയൊരു എന്താണ് തമാശ രൂപയാണ് അവർ അതെടുക്കുന്നത്. പക്ഷേ ഈ കമൻ്റ് ഇടുന്നവർ അവരെ നിരന്തരം ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നിനക്ക് അത്ര പ്രായമില്ല, നിനക്ക് അതായില്ല, നിനക്ക് വല്യുമ്മയാവേണ്ട പ്രായമുണ്ട്, അവൻ്റെ ഉമ്മയാവാനുള്ള പ്രായമുണ്ട്, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഇവർ നിരന്തരം ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കില്ലാത്തത് ഈ കമൻ്റ് ഇടുന്നവർക്ക് എന്തിനാണെന്നാണ് മനസ്സിലാവാത്തത്. എന്തായാലും ഷെമിയെ ഇങ്ങനെയൊക്കെ അവൻ കളിയാക്കുന്നുണ്ടെങ്കിലും നല്ല കെയറിങ് ആണ്, കെയറിങ് ആയിട്ടുള്ളൊരു ഹസ്ബൻഡ് തന്നെയാണ്. അപ്പോൾ ഇത്രയും കെയറിങ് ഉള്ള ഒരു ഹസ്ബൻഡിനെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതിൻ്റെ ഈ ഒരു വീഡിയോൻ്റെ താഴെ തന്നെ വന്നിട്ട് കമൻ്റ് ഇടുകയാണ് എന്താണ് പച്ചമാങ്ങയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഉമ്മയെ കാണാൻ ആദ്യം അതിലുള്ള മക്കൾ വന്നു, അതുപോലെ നാണമില്ലേ, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വൾഗറായിട്ട് ഭയങ്കര വരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇവരെ വിഷമിക്കുന്നതായിട്ട് കണ്ടു. എന്തിനാ ഇങ്ങനെയുള്ള കമൻറ്റ്
കമൻറ്റുകൾ ഇട്ടിട്ട് വേദനിപ്പിക്കുന്നതെന്നല്ലേ. അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിത രീതി, അവർ ഫസ്റ്റത്തെ ആ ഒരു മാരേജ് അവർക്കത് ശരിയല്ലാന്ന് തോന്നി, അത് ഡിവോഴ്സായി. അവരുടെ മക്കൾ അവരുടെ ഹസ്ബൻഡിൻ്റെ കൂടെ ഇരിക്കുന്നു. അവർ ചിലപ്പോൾ പോയി കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു കുഞ്ഞിപ്പോൾ ഇവിടെ വരണം, ഇവർ നോക്കണം, അതൊന്നും പോസിബിളായിട്ടുള്ള കാര്യമല്ല. അത് എന്തിൻ്റെ കാരണത്താലാണ് എന്താണെന്നുള്ളതൊന്നും അവരത് പറഞ്ഞിട്ടില്ല. അവരത് ഡിവോഴ്സായി, അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അവരത് പോകുന്നു. അതിൽ 2 മക്കളുണ്ടെങ്കിൽ അയാൾ അത് നോക്കുന്നു. ചിലപ്പോൾ ഷെമി പോയി നോക്കുന്നുണ്ടാവും, കാര്യങ്ങളൊക്കെ ശരി. പിന്നെ അതിൻ്റെ താഴെ വന്നിട്ട് അവർ വന്ന് കാണാൻ വന്നു. ഇപ്പോഴത്തെ ഗർഭിണിയായിട്ടുള്ള ഉമ്മാനെ ഇതിലുള്ള മക്കൾ കാണാൻ വന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ഭയങ്കര രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് ഇവർക്ക് നേരിടേണ്ടി വരുന്നത്. എന്തിനെങ്ങനെ ഒരാളെ നിരന്തരം ഇങ്ങനെ പറഞ്ഞ് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിതം, അവർ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. എല്ലാം തികഞ്ഞവർ, എല്ലാം ഇതായിട്ട് കല്യാണം കഴിച്ചവർ ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത്? ഒരിക്കലുമല്ല. അവരുടേതായിട്ടുള്ള പല പ്രശ്നങ്ങളും അവരുടെ ലൈഫിൽ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവരുടെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോഴും അവരുടെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അവർ ഹാപ്പിയാണ്. അവർ പ്രായത്തിൻ്റെ ആ ഒരു ഇതൊന്നും അവരവിടെ ഒരു ഇതും കാണുന്നില്ല. അവർ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. അവർ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസുകളും കാര്യങ്ങളൊക്കെ ഇടുന്നു. ഇപ്പോൾ ഷെമിൻ്റെ സ്ഥിതി കുറച്ച് മോശമാണ്. എന്താ വെച്ചാൽ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിൻ്റേതായിട്ടുള്ള ഭയങ്കര റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണം. അത് ഒന്നാമത്തത് പ്രായമാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡെലിവറിയൊക്കെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രായം എന്നല്ല, ചിലപ്പോൾ ചില ഡെലിവറി അങ്ങനെയാണ്, പ്രശ്നങ്ങൾ വരും. ഇപ്പോൾ പ്രായത്തിൻ്റെന്ന് മാത്രമല്ല, അല്ലാതെയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ കമൻ്റ് ഇട്ട് ഇവരെ ദ്രോഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊന്നും വേറെ പണിയൊന്നുമില്ല. നിങ്ങളുടെ ലൈഫെല്ലാം നല്ല അടിപൊളിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ ലൈഫിലൊന്നും യാതൊരു ട്രാജഡികളോ യാതൊരു പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവരുടെ ലൈഫിൽ അവർ ഹാപ്പി ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഇങ്ങനെ നിരന്തരം കമൻ്റ് ഇട്ട് അതുപോലെ ഇവരെ വേദനിപ്പിക്കാതിരിക്കുക. അവരുടെ ജീവിതമായിട്ട് അവർ മുന്നോട്ട് പോകട്ടെ. ഒരുപാടൊക്കെ അവർ മിണ്ടാതിരിക്കും, പിന്നെ അതിനെതിരെ പ്രതികരിക്കും. കുറേയൊക്കെ അവർ പ്രതികരിക്കുന്നുണ്ട്, പിന്നെ അവർ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, വിട്ട് കളയുന്ന ഒരു ഇതാണ്. പക്ഷെ നമുക്കൊക്കെ, ഞാനും നിരന്തരം TT ഫാമിലിയുടെ വീഡിയോസൊക്കെ കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. എന്തിനൊരു ഗർഭിണിയായിട്ടുള്ളൊരു പെണ്ണ്, അതിന് ഇഷ്ടമുള്ള സാധനങ്ങൾ അവൻ വാങ്ങിച്ചു കൊടുക്കുന്നു, അതുപോലെ ഭയങ്കര കെയറിങ് ആണ്. ഇതിനിങ്ങനെ വന്നിട്ട് നിരന്തരം എന്തിനാണ് ഇങ്ങനെ അവരെ ദ്രോഹിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്തത്. എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെ കമൻ്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒന്ന് വായടച്ച് മിണ്ടാതിരിക്കുക. അവരുടേതായിട്ടുള്ള ലൈഫായിട്ട് അവർ മുന്നോട്ട് പോട്ടെ. അവർ വെറുതെ ഇങ്ങനെ ദ്രോഹിക്കാതിരിക്കുക. എനിക്കിപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ. ഇനിയെങ്കിലും അവരെ വെറുതെ വിടുക. അവരുടേതായിട്ടുള്ള ജീവിതമായിട്ട് മുന്നോട്ട് പോവട്ടെ. അങ്ങനെ ബാഡ് കമൻസ് ഇട്ട് അവരെ വേദനിപ്പിക്കാതിരിക്കുക. അപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാൻ. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.